ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇസ്രായേൽ മക്കളെ ചെങ്കടല് കടക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അതോടുകൂടി അവരുടെ ജീവിതം അവരുടേതായിരിക്കുന്ന എല്ലാം അവർക്ക് ലഭിച്ചു എന്നുള്ളതല്ല. ദൈവം അവരെ നടത്തിയത് മരുഭൂമിയുടെ അവസ്ഥയിലേക്കാണ്. നീണ്ട 40 വർഷക്കാലം ഈ ചെങ്കടൽ കടന്നിട്ട് അവർ കടന്നു പോകുന്നത് മരുഭൂമിയിൽ കൂടെയാണ്. വാഗ്ദത്ത നാട് അവർ കടക്കണമെങ്കിൽ യോർദാൻ അവരെ കടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് വാസ്തവത്തില് എൻ്റെ വീണ്ടും ജന്മത്തിന്റെ അനുഭവം ഞാനും നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങൾ അതാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ആ ചെങ്കടൽ ഞാൻ നിങ്ങൾ കടന്നു കഴിയുമ്പോൾ ഒരു മരുഭൂ പ്രയാണത്തിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ അല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം നടക്കേണ്ടതായിരിക്കും ഒരു ജീവിതമാണ് മരുഭൂ പ്രയാണം എന്ന് പറയുന്നത്. എന്താണ് മരുഭൂ പ്രയാണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കുടിക്കുവാൻ വെള്ളമില്ല, കഴിക്കുവാൻ ആഹാരമില്ല. എങ്കിലും ഒരു അത്ഭുതമുണ്ട്. ദൈവത്തിൻ്റെതായിരിക്കും ദിവ്യമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ അവരോടുകൂടെ ഉണ്ട്. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് നമ്മെ നടത്തുന്നവനായിരിക്കുന്ന ഒരു നല്ല കർത്താവ്. അത് മാത്രമല്ല, നമുക്ക് വെള്ളമില്ലാത്ത സമയത്ത് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിപ്പാൻ അവൻ മതിയായവനാ. ആഹാരമില്ലാതിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായ രീതിയിൽ ആഹാരം തരുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ഒരു നന്മ പോലും മുടക്കാതെ വണ്ണം ജയത്തോടുകൂടെ പരിപാലിക്കുന്ന ഒരു വലിയ ദൈവം.